ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 പത്രോസ് 3:9 വായിക്കുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് ദൂതന്മാരാൽ ശിഷ്യന്മാർക്ക് അരുളപ്പാടുണ്ടായതായി നാം അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നു. വേഗം വരാമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ട് 2000 വർഷങ്ങൾ കഴിഞ്ഞുപോയി. എന്തുകൊണ്ട് യേശു ക്രിസ്തു മടങ്ങി വന്നില്ല എന്നുള്ള അനേകരുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഈ കുറിവാക്യം. സങ്കീർത്തനങ്ങൾ 90:4 1000 സംവത്സരം ദൈവദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. ദൈവം സമയസങ്കല്പത്തിന് അതീതനാണ്. ദൈവത്തിൻ്റെ കരുണയാണ് തൻ്റെ ന്യായവിധി വൈകിപ്പിക്കുന്നത്. എല്ലാവർക്കും രക്ഷയുടെ അനുഭവം ലഭിക്കേണ്ടതിനും 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമയും കൃപയും ജനത്തിന് ലഭ്യമാകേണ്ടതിനുമാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിക്കുന്നു. എന്താണ് മാനസാന്തരം? അത് ദൈവത്തെങ്കിലേക്ക് നാം തിരിയുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരംഭിച്ച് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും ബാധിക്കുന്ന സമൂല പരിവർത്തനമാണത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിയ സകല ദുർമാർഗങ്ങളെയും വിട്ട് സത്യദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. പാപത്തെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, പാപത്തോടുള്ള താല്പര്യത്തെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. പാപപരിഹാരം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോഴാണ്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവായി ഹൃദയത്തിൽ വാഴുകയും തുടർന്ന് സൽപ്രവൃത്തികൾക്കായി നമ്മിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരം സംഭവിക്കുന്നത്. ഈ മാറ്റം വരാത്തൊരു വ്യക്തിയും രക്ഷിക്കപ്പെട്ടവനല്ല. വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കലാണ് മാനസാന്തരം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കലാണ് മാനസാന്തരം. മാനസാന്തരം എന്നത് സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ദൈവത്തെങ്കിലേക്കുള്ള തിരിയലാണ്. മരണം വിട്ട് ജീവനിൽ കടക്കലാണ് മാനസാന്തരം. മാനസാന്തരത്തിന് മുമ്പ് ഒരുവനിൽ മരണം വാഴുന്നുവെങ്കിൽ മാനസാന്തരം പ്രാപിച്ച വ്യക്തിയിൽ ക്രിസ്തു വാഴുന്നു, അതായത് ജീവൻ വാഴുന്നു. യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നതാണ് മാനസാന്തരം. എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം കാട്ടുന്ന ദീർഘക്ഷമയ്ക്കായി സ്തോത്രം. അനേകരുടെ മാനസാന്തരത്തിനായി, രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.